നമ്മൾ അങ്ങനെ സ്വന്തമായിട്ട് എല്ലാവരും കൂടി കൂട്ടായിട്ട് ഇതിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഒരു അറപ്പില്ലാണ്ട് ഇപ്പൊ ചിലർ ചാണോനാണ് മേല അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം. കാരണം 23 കൊല്ലമായിട്ട് വളർത്തുന്നത് ഇതിന്റെ എല്ലാം നമുക്ക് പശുവിനെ കുറിച്ച് അറിയാം. ഇത് നന്നായിട്ട് കൊണ്ടു നടന്നതാണെങ്കിൽ ഇത്രയും ലാഭകരമായ ഒരു ബിസിനസ് വേറെ ഇല്ല. പിന്നെ ആൾക്കാർ പാലിന് വരല് തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവർക്ക് കൊടുക്കാൻ തികയാതെ വന്ന് പിന്നെ ഒരെണ്ണത്തിനെ കൂടി മേടിച്ച് അത് തന്നെ കറന്നു കഴിഞ്ഞാ ഇതിന്റെ കറവ നിക്കുമ്പോ അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴും പാല് തികയാതെ വന്നു, വീണ്ടും ഒരെണ്ണത്തിനെയും കൂടി മേടിച്ചു. പശു വളർത്തുന്നവരെ സംബന്ധിച്ച് പശു വളർത്തൽ ലാഭകരമാക്കാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. കഴിഞ്ഞ 25ഓളം വർഷങ്ങളായി പശു വളർത്തുന്ന ഒരു കർഷകനെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഇദ്ദേഹവും ഭാര്യയും കുടുംബവും എല്ലാം ഒത്തൊരുമിച്ചാണ് ഈ പശു വളർത്തുന്നത്. ഇദ്ദേഹത്തിന്റെ പശു വളർത്തിന്റെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. ചേട്ടൻ പേരെന്ന് പറയാവോ? എന്റെ പേര് സുരേന്ദ്രൻ. ഓക്കെ, നമ്മളെ ഈ സ്ഥലം എന്ന് പറ. ഇത് വടക്കേ എഴുപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടന്റെ പശുക്കൾ ഇതല്ലേ? പിന്നെ ഒരു എരുമ നിപ്പുണ്ട്. എത്ര പശുവിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത്? ഞാൻ ഒരു ഡ്രൈവറായിരുന്നു. അന്നൊരു ടിപ്പറാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 23 വർഷം മുമ്പ് ഒരു കിടാവിനെ ഒരാൾ കൊടുക്കാൻ, അപ്പൊ എന്റെ വൈഫിന് ഇങ്ങനെ ചിട്ടിക്കാശ് കിട്ടി. അപ്പൊ ഒരു 4000 രൂപ. അപ്പൊ ഞാൻ പോയി എന്ത് വരികയെന്ന് ചോദിച്ചപ്പോൾ ഒരു കിടാവ്, ചെറിയ കിടാവാണ്, അത് ഈ സുനന്ദിനി ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ആ കിടാവിനെ മേടിച്ച് 3500 രൂപയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് 23 വർഷം മുമ്പാണ് അതിനിവിടെ കെട്ടി ഒറ്റയ്ക്ക് ഒരു ചെറിയ ചാർത്തുമാരി ഉണ്ടാക്കിയെടുത്ത് വളർത്തി. അപ്പോൾ ഞാൻ പണിക്ക് പോകും, അതിന് ഇവർ നോക്കും. അങ്ങനെ ഞങ്ങൾ നോക്കി അതിന് കൊണ്ടുവന്ന് പ്രസവിച്ച് അതിനൊരു 8 ലിറ്റർ പാല് അന്നത്തെ ഇതിലുണ്ടായുള്ളൂ. കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ കറന്ന ഡയറിയിൽ പുള്ളിക്കാരത്തി ഇപ്പോൾ സ്കൂട്ടറിന് ഡയറിയിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ടിയിരുന്നു. അങ്ങനെ അത് ഇത് എങ്കിൽ ഒരെണ്ണം കൂടി മേടിക്കാം, പിന്നെ ഒരെണ്ണം കൂടി മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി മേടിച്ചു. അങ്ങനെ 3 പശുവായി. ആ 3 പശുവും ഇങ്ങനെ തുടങ്ങി. അപ്പോൾ എനിക്ക് KSRTCയിൽ ജോലി കിട്ടി. അപ്പോൾ ഞാനങ്ങനെ ജോലിക്ക് പോകും. അപ്പോൾ നമ്മൾ ആ വരുമാനം കൊണ്ടും പോരാം എന്ന് കഴിയുമ്പോൾ പുള്ളിക്കാരത്തിയോട് നമ്മൾ ചോദിച്ചുമ്പോൾ ഒരു 5-6 മേടിച്ചാൽ വളർത്താൻ പറ്റിയല്ലോ എന്ന്. അങ്ങനെ ഞങ്ങളൊരു മക്കാരുള്ള എന്ന് പറഞ്ഞൊരു പശു കച്ചവടക്കാരനുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്നാണ് മേടിക്കാറ്. അങ്ങനെ പുള്ളിയുടെ നിന്ന് മേടിച്ചൊരു 4-5 പശു, അങ്ങനെ 9 പശു ആയി. ഈ 9 പശുവിനെയും കൊണ്ട് ഞങ്ങൾ ഒരു നല്ല ഇതിലായിട്ട് കൊണ്ടുപോയി ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. അപ്പോൾ അതിൽ ലാഭവും നഷ്ടം എന്നുള്ളത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാണ്ട് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ സ്വന്തമായിട്ട് എല്ലാവരും കൂടി കൂട്ടായിട്ട് ഇതിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഒരു അറപ്പില്ലാണ്ട് ഇപ്പോൾ ചിലർ ചാണോനാണ് മേല അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം നമുക്ക്. അപ്പോൾ അതനുസരിച്ച് നമ്മളിത് ജീവിക്കാനാണ് എന്ന് കണക്കാക്കി ചെയ്താൽ ഇത് ലാഭത്തിൽ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ 9 വർഷം ഞാൻ പണിക്ക് പോകണം. എൻ്റെ ശമ്പളം പുള്ളിക്കാരത്തി ഇത് ഒറ്റയ്ക്ക് നോക്കും. അങ്ങനെ ഒന്നരാടം ജോലി ചെയ്യും, ഇത് നോക്കും. അങ്ങനെ KSRTCയിലെ ജോലി ആയതുകൊണ്ട് ഇത് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റി. കാരണം ഇവിടെ ചാത്തനാടാണ്, ചാത്തന്നൂര്, കൊല്ലം ജില്ലയിൽ. അവിടുന്ന് 3 ദിവസം അടുപ്പിച്ച് പണിയും 2 പേരും. അപ്പോൾ 4 ദിവസം ഇവിടെ നിൽക്കും. അങ്ങനെ 4 ദിവസം അന്ന് പുല്ലും പാടാണ് തൊട്ട് താഴെ പാടുന്ന പുല്ലിറക്കും. അങ്ങനെ ഞങ്ങളിവിടെ സുഖമായിട്ട് നോക്കി കൊണ്ടു നടന്ന് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ജോലിയായി ഇതായി ഇവിടെ ആരോഗ്യക്ക് വന്നപ്പോൾ ഇതുങ്ങളുടെ കിടാക്കള്, ഈ കിടാവിനെ ഞങ്ങൾ വിൽക്കൂല. നല്ല പശുക്കിടാവാണെങ്കിൽ എടുക്കും, കൂറ്റൻ കിടാവിനെ കൊടുക്കും. അങ്ങനെ അതിനെ കൂടി കൂട്ടി വളർത്തി. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ 24 പശുവുണ്ട്, 26 പശുവുണ്ട്. ഇപ്പോൾ ഞാൻ റിട്ടയർഡായിട്ട് 5 കൊല്ലമായി. അപ്പോൾ ഈ 26 പശുവും ഇതുമായിട്ട് ഞങ്ങൾ സുഖമായിട്ട്. അപ്പോൾ രാവിലെ ആവറേജ് ഒരു 100, 130, 150 ലിറ്റർ പാലുണ്ടാവും. ഡയറിയിൽ 60 ലിറ്റർ പാല് കൊടുക്കും. അപ്പോൾ അന്നത്തെ വില എന്ന് പറഞ്ഞാൽ പാലിന് 50 രൂപ, 45 രൂപ. ഡയറിയിൽ കൊടുത്താൽ 28, 31. അത് കഴിഞ്ഞ് പിന്നെ കൂടി 50 ആയി, 33 അപ്പോൾ പുള്ളിക്കാരത്തി ബോർഡ് മെമ്പറാണ് സൊസൈറ്റിയിൽ, ഡയറിയിൽ 15 കൊല്ലമായി. ഇപ്പം അതിൻ്റെ ഞങ്ങൾ പിന്നെ ഇപ്പം 60 രൂപയാണ് വീടുകളിൽ കൊടുത്താൽ. ഡയറിയിലാകുമ്പോൾ ഒരു 47 രൂപ കിട്ടും. പിന്നെ ഈ തവണ നമുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2% ബോണസും കിട്ടി, 12,000 രൂപയും കിട്ടി. വളരെ സന്തോഷം. അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇതൊക്കെ എന്തായാലും ചേട്ടന്റെ പശുക്കളെ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു പശു ഇതിപ്പോ 4ാമത്തെ പ്രസവമാണ്. ഇവിടെ ഉണ്ടായതാണ്? ഇവിടെ ഉണ്ടായതല്ല, ഇതിന് ഞാൻ മേടിച്ചതാണ്. ഇപ്പൊ ഇതിനേതാണ്ട് ഒരു 15 ലിറ്റർ പാലോളം കിട്ടും. കാലത്ത് പറ്റില്ല, പ്രസവിക്കാറായി നിൽക്കുന്നു. ഇപ്പൊ ഒരു 10 ദിവസങ്ങളിൽ പ്രസവിക്കും. ഇവിടെ ഒരാൾ നിർത്തിയിട്ടുണ്ട്, ഒരു എരുമയെ നിർത്തിയിട്ടുണ്ട്. എരുമ എന്ന് പറഞ്ഞാൽ ഒരു എരുമയുടെ സ്ഥിരമുണ്ട്. അപ്പൊ എന്തിനായിട്ട് നമ്മൾ ഈ എരുമയുടെ പാല് നമ്മളിഞ്ഞെടുക്കും ഒരു 1-1.5-2 ലിറ്റർ. ബാക്കി അതിലേക്ക് ഒഴിച്ച് നമ്മുടെ പാല് മേടിക്കുന്ന ആളുകൾക്ക്
ഒരു കൊഴുപ്പൊക്കെ കിട്ടണമല്ലോ. അതെ അതെ, അവർക്ക് സഹായം കൊണ്ട് നമ്മൾ കൊടുക്കും. അപ്പൊ അതിനാണ് എരുമയുടെ പാല് മേടിച്ചത്. ഈ എരുമയ്ക്ക് ഇപ്പൊ ഇതിന്റെ തള്ള ഇവിടെ ഉണ്ടായിരുന്നാണ്. ആ തള്ളേനെ 2 പ്രസവം കഴിഞ്ഞാൽ കൊടുത്തു. ഇപ്പൊ ഇത് കഴിഞ്ഞ തവണ പ്രസവിച്ചു. ഇപ്പൊ ഒരു 7 ലിറ്റർ 8 ലിറ്റർ അടുത്ത് പാലുണ്ട്. അപ്പൊ എരുമേനെ നിർത്തിയിട്ട് എത്ര നാളായി ഇവിടെ? എരുമ ഇപ്പൊ ഏതാണ്ട് സ്ഥിരമായിട്ടുണ്ട് ഇവിടെ പറഞ്ഞു. 23 വർഷമായില്ല, ഒരു 10-12 വർഷമായിട്ട് ഇങ്ങനെ സ്ഥിരമുണ്ട്. 1000 രൂപയ്ക്ക് ക്രാവിനെ മേടിച്ചാണ് തുടങ്ങിയത്. അതിനെ നമ്മൾ പരിചയപ്പെട്ട അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ഞങ്ങൾക്ക് ഇതിന് എന്താണെന്നും കൂടി അറിയില്ല. എന്താ നമ്മൾക്ക് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ ഞങ്ങൾ 2 രൂപ ഒരെണ്ണം മേടിച്ച് വളർത്തി. അങ്ങനെ അത് പ്രസവിച്ച് കഴിഞ്ഞപ്പോ നമുക്ക് വളരെ സന്തോഷമായി. അതിനാണ് കറന്നു ഞങ്ങള്. അപ്പൊ ആദ്യമേ അടിക്കും കറക്കാൻ ചെല്ലുമ്പോ. എന്താ പിന്നെ ഭയങ്കര അടി. ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഒരു കാലം അതിനെ കറന്നു. അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി മേടിച്ച് കഴിഞ്ഞപ്പോ അടുത്തൊരു ചേച്ചി ഞങ്ങളെ സഹായിക്കാൻ വന്നു. ആ ചേച്ചി ഈ 2 പശുവിനെയും കറന്നു തരും. ചേച്ചിക്ക് എന്തെങ്കിലും പൈസയും കൊടുക്കും. അങ്ങനെ ഞങ്ങളത് കൊണ്ട് നടന്ന് പിന്നെ 3ാമതൊരു പശുവിനെ മേടിച്ചു. പിന്നെ അത് മേടിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഒരിക്കലും നഷ്ടം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾ പശുവിൽ നിന്ന് ഉണ്ടായിരുന്നു. അതെല്ലേ? അപ്പൊ എങ്ങനെയാണ് അത്? ഞങ്ങൾ ശരിക്കും അധ്വാനിച്ച് പണിയെടുത്ത. പുള്ളിക്കാരത്തേക്ക് നടക്കാൻ പാടില്ല, മൊട്ടുവേനായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പശു തൊഴുത്തായിരുന്നോ അത്? അല്ല, അവിടെ 3 പശുവിന്റെ ഒരു തൊഴുത്തായിരുന്നു ആദ്യം. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് 3. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 4 എടുത്തു. പിന്നെ ഇത് 3 എടുത്തു. അതായത് ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ 3 പശുവിനെ മേടിക്കുമ്പോൾ ഓരോന്നിനെ മേടിക്കുന്ന അനുസരിച്ച് എടുത്തെടുത്ത് പിന്നെ പുറയിലേക്ക് 5 പശുവിനെ മേടിച്ചിട്ട് പുറയിലെടുത്തു. അത് ഞങ്ങൾക്ക് ഷീറ്റ് ഇട്ടു. ബാക്കിയൊക്കെ ഓടാ. ഓട് എന്ന് പറഞ്ഞാൽ ഈ ചൂട് ഭയങ്കരമാണ്. ഇതാണെങ്കിൽ ചൂടില്ല. ഈ പാടത്തിന്റെ സൈഡാണ്, കാറ്റുണ്ട്, ഫാനൊക്കെ ഉണ്ട്, പക്ഷെ ഇടണ്ട. നല്ല സുഖമാണ് പശുക്കൾക്ക്. ഒരിക്കലും ക്ഷീണിക്കില്ല നിങ്ങൾ. അതിനാണ് ഈ ഓടും കൊണ്ട് ഉണ്ടാക്കി വെച്ചത്. പിന്നെ നമ്മൾ വലിയ ഹൈടെക് തൊഴുത്തൊക്കെ ഉണ്ടാക്കി കുറെ കാശ് മുടക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. ഇത്രയും ഇത് കണ്ടത് എനിക്ക് മനസ്സിലായി ചേട്ടൻ വളരെ ചെലവ് കുറച്ച രീതിയിലാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഞാനിപ്പോ ഇതും കൊണ്ട് ചെലവ് കുറച്ച് ചെയ്തപ്പോൾ നമുക്ക് അതിനുള്ള ആദായം നമുക്ക് കൂടുതൽ കിട്ടും. ആദ്യം ഇങ്ങനെ തൊഴുത്തുമേ പണിയാതെ അതെങ്ങനെയായിരുന്നു? ആ തൊഴുത്ത് ചെറിയ തൊഴുത്ത് കൊണ്ടിട്ട് ഇപ്പൊ ഇത് നല്ല കോൺക്രീറ്റ് ചെയ്തേക്കണം, വേറെ കുഴപ്പമില്ല. അത് കിടന്നാൽ മതിയില്ല. ഇപ്പൊ ഷീറ്റൊക്കെ ഉണ്ട്. ഷീറ്റൊക്കെ ഈ നമ്മൾ നടക്കുമ്പോ തെറ്റി വീണു, അടുത്ത് കാട്ടിക്കളഞ്ഞു. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു കാര്യവും എന്റെ പശുക്കൾക്കില്ല. സാധാരണ എല്ലാരും എന്ന് പറയും ആദ്യം തൊട്ടിലേക്ക് വരും, പിന്നീട് കുറച്ച് നാള് വളർത്തുമ്പോഴത്തേക്ക് അത് നഷ്ടമാണ്. ചേട്ടൻ ആ നഷ്ടം ഇല്ലാത്ത രീതിയിൽ അത്യാവശ്യം ലാഭമാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? നഷ്ടമാണെന്ന് പറയണത് വെറുതെ പറയണതാ. കാരണം ഇന്ന് നഷ്ടത്തിൽ ഒരു കച്ചവടം ആരും ചെയ്യില്ല, ഒരു ബിസിനസ് ചെയ്യില്ല. കാരണം അത് എന്തായെന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു, അവർക്കൊരു ഫാം തുടങ്ങണം. ഒന്നും അറിയാൻ പാടാണ്ട് 10-30 പശുവിനെ മേടിച്ച് 2 ഭായിനെ നിർത്തി കഴിഞ്ഞാൽ അവൻ തിന്നോണ്ട് പോകും, കൂട്ടി പോകും. ഞാൻ ഗൾഫുകാരനാണ്, ഞാൻ പണിയെടുക്കൂല, കൈ കെട്ടി നിൽക്കും. അങ്ങനെ നിന്നപ്പോ എന്നോട് പലരും ചോദിച്ചു, 2 പണിക്കാരനോ, ഞാൻ മുതലാളിയായില്ലേ. മുതലാളിയായ ഇതുങ്ങള് നമ്മളെ കാണുമ്പോ കുത്താൻ വരും. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അതുങ്ങൾ നമ്മൾ ചെന്നാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്റെ ആളാണ്, എന്ത് സ്നേഹത്തിലാണ് നിങ്ങൾ നിൽക്കണെന്ന് അറിയാമോ. നമ്മളെല്ലാം വണ്ടി വന്നെ നോക്കും, വിളിക്കും. മനുഷ്യര് നമ്മൾ വിളിക്കൂല. അതുപോലെ ഒരു സ്നേഹമുള്ള സാധനങ്ങളത്. ഇതിനെ വളർത്തണം. ഇന്നിത് ഇല്ലാണ്ട് വരാണ് നമ്മുടെ നാട്ടിൽ. അതാണ്, അതുകൊണ്ടാണ് ഞാനിത് എന്നെ കൂടെ പറ്റിയിട്ടാണെങ്കിലും ഞാനിത് ചെയ്യാണ്. അപ്പൊ ഒരു പരിചയം ഇല്ലാത്തതിന് പശു വളർത്തലായിരുന്നു. അത് പിന്നീട് അതിനൊന്ന് പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ എന്താ പറയാ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പരിശീലിച്ചിട്ടാണ് പിന്നീട് അടുത്തിലേക്ക് അതായത് ഞങ്ങൾ കൈ കൊണ്ടാണ് 12 പശുവിനും കറന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ 10 കൊല്ലമായിട്ട് ഞങ്ങൾ 2 കറവ മെഷീൻ മേടിച്ചു, 2 എണ്ണം. ഞങ്ങൾ 10 കൊല്ലമായിട്ട് എല്ലാ പശുവും ഒരു പശു പോലും അനങ്ങൂല. ഇവിടെ 2 എണ്ണത്തിന് വെച്ചിട്ട് അവിടെ കുളിപ്പിക്കുമ്പോഴത്തേക്കും അത് ആവും, ആവത്തിനെ കുളിപ്പിക്കും, മാറ്റി വയ്ക്കും. ഇങ്ങനെ പറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് ഈ 12 പശുവിനെ കറക്കും. അപ്പൊ പാലിന്റെ വിൽപ്പന എങ്ങനെയാ? വിൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാല് ഇപ്പൊ 90 ലിറ്റർ രാവിലെ ഉണ്ടെങ്കിൽ കാലത്ത് തന്നെ നമ്മുടെ 36 ഇതെല്ലാം കുപ്പിയിലാക്കും. ആദ്യം തന്നെ പാത്രത്തിലാക്കും. ആദ്യം തന്നെ നമ്മള് മാറമ്പള്ളി മുതലുള്ള കടകളിൽ കൊടുക്കും, ചായക്കട, കാനാമ്പറമ്പ്, മാറമ്പള്ളിലൊക്കെ. അപ്പൊ 5, 4, 3 ഇങ്ങനെ കൊടുക്കും. അതെന്റെ മൂത്ത മകൻ കാലത്ത് തന്നെ 4:30 കടയിൽ കൊണ്ട് കൊടുക്കും. എല്ലാവരും ഞങ്ങൾ 3:30 എണീക്കും. 3:30 എണീറ്റ് കുളിപ്പിച്ച് കറന്നു കഴിയുമ്പോൾ 4:30 പാല്, 5 മണിക്ക് പാല് കൊടുന്ന് പോകും. അതുപോലെ തന്നെ കുറെ വീടുകളിലും കൊടുക്കും, പോണ വഴി വീടുകളിലും കൊടുക്കും. അപ്പൊ വീടുകളിൽ കൊടുക്കുന്നത് ഇതെല്ലാം 60 രൂപയാണ്. 60, 62 നമ്മൾ വണ്ടിക്കാണല്ലോ പോണേ, പെട്രോൾ കാശ് കിട്ടണമല്ലോ. അപ്പൊ ആ ദൂരം അനുസരിച്ച് 2 രൂപ കൂടുതൽ മേടിക്കുന്നുണ്ട് ചില സ്ഥലത്ത്. അങ്ങനെ കൊടുക്കും. തരാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. എല്ലാവരും നമ്മൾ കൊടുക്കണം. 1-ാം തീയതി നമ്മുടെ മൊബൈലിലേക്ക് വരും കാശ്. 30-ാം തീയതി വരും മിക്കതും, പിന്നെ 1-ാം തീയതി വരും. 5-ാം തീയതി വിട്ട് ആരുടെയും കാശ് പോകില്ല, ഒരാളും തരാണ്ടിരിക്കില്ല. കാരണം ഈ കഷ്ടപ്പാട് ഇത് ആളുകൾക്ക് അറിയാം. നല്ല പാല് കുടിക്കാം. നമ്മൾ കൊടുക്കുന്നത് നല്ല പാലാണ്. നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഒന്നും കൊടുക്കൂല, അതിന്റെ ആവശ്യം വെക്കില്ല. 60 രൂപ മേടിക്കണം, അതുപോലെ കൊടുക്കണം. അതാണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അതാണ് നമ്മൾ പറ്റിച്ചാൽ നിലനിൽക്കുകയില്ല.
ശരി, നമ്മൾ അങ്ങനെയാണ്. കഷ്ടപ്പെടുന്നതല്ലേ. പിന്നെ അതുപോലെ നമ്മൾ ഈ പാലെല്ലാം ഇവിടെ സൊസൈറ്റിയിൽ നമ്മൾ രാവിലെ ഒരു 5 അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 10 കൊടുക്കും. ബാക്കി വന്നത് ചിലപ്പോൾ 15 10 ചിലപ്പോൾ 5 കൊടുക്കും. എന്തായാലും ബാലൻസ് തന്നെ അത് കൊടുക്കും. അങ്ങനെ സൊസൈറ്റിയിൽ 30 വരെ 60 വരെ കളക്കാറുണ്ട്. ഇപ്പൊ പശുവിന്റെ എണ്ണം കുറഞ്ഞു. പിന്നെ ഇനി പശു അടുത്തപ്പോ നാളെ ഈ ആഴ്ച പ്രസവിക്കുന്നു, അപ്പൊ 10 മോളി കൊടുക്കും. ഇനി അതിന് കൂടുതൽ കച്ചവടം പിടിക്കൂല, ബാക്കിയൊക്കെ ഡയറി കൊടുക്കും. നമുക്ക് നഷ്ടമൊന്നുമില്ല ഡയറി കൊടുത്താലും. 47 രൂപ കിട്ടും. പിന്നെ 3 രൂപ പഞ്ചായത്ത് സബ്സിഡി ഉണ്ട്. പിന്നെ സർക്കാരിന്റെ 3 രൂപ കിട്ടും. ഇങ്ങനെ വരുമ്പോ ഒരു ആവറേജ് ഈ മോണസ് കൂട്ടുമ്പോ ഒരു 53 രൂപ കിട്ടുന്നുണ്ട്. മതി, വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. പിന്നെ നല്ല ഭരണസമിതിയാണ്, പ്രസിഡന്റ് ഒന്നും വലിയ കുഴപ്പമില്ല. നന്നായി പുള്ളിയും പശുവിനെ വളർത്തുന്ന ആളാണ്. പുള്ളിക്ക് 5 പശുണ്ട്. കഷ്ടപ്പാട് ഇവിടെ അടുത്ത് തന്നെ പുള്ളിയുടെ വീട്. പുള്ളി അങ്ങനെ വളർത്തി നന്നായിട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഡോക്ടറാണെങ്കിലും ഇവിടെ ഡിസ് എന്ന് പറഞ്ഞ ഡോക്ടറാണ്, നല്ല സഹകരണമാണ്. ഒരുപാട് കാശൊന്നും മേടിക്കില്ല. എന്ത് ചെയ്താലും പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ വരലില്ല, ഡോക്ടർ വളരെ കുറവാ. കാരണം ഒരുമാതിരി മരുന്നൊക്കെ ഒരു ഇത്രയും കൊല്ലമായാലും ശരി. എനിക്കറിയാം, പനി വരാണെങ്കിൽ മെലോൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഗുളികയുണ്ട്, അത് ഒരെണ്ണം മേടിച്ച് 1 കൊടുക്കും. പിന്നെ നീരും അങ്ങനെ തോന്നാണെങ്കിൽ ഒരു മരുന്ന് ഓയിൻമെന്റ് ഉണ്ട്, അത് മേടിച്ച് പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് ഒരുമാതിരി മരുന്നൊക്കെ നമ്മൾ പഠിച്ചു. കാരണം 23 കൊല്ലമായിട്ട് വളർത്തുന്നത്. ഇതിന്റെ എല്ലാം നമുക്ക് പശുവിനെ കുറിച്ച് അറിയാം. ഇത് നന്നായിട്ട് കൊണ്ടു നടന്നതാണെങ്കിൽ ഇത്രയും ലാഭകരമായ ഒരു ബിസിനസ് വേറെ ഇല്ല, ജീവിക്കാം, സുഖമായിട്ട് ജീവിക്കാം. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ 3000 രൂപയുടെ കാൽത്തീറ്റ ഒരു ദിവസം. ഇത്രയും പശുവിന് കൊടുക്കണം 3000 രൂപയുടെ കാൽത്തീറ്റ. 1000 രൂപയുടെ തവിട് 850 തവിട് പകുതി കൂട്ടിക്കോ, 400, 3400. 1000 രൂപയുടെ പൈനാപ്പിൾ. പൈനാപ്പിളിന്റെ പുല്ല് പാടത്തേക്ക് കാലത്തൊക്കെ ഉണ്ടോ, പാടത്തേക്കാണ്ട് അയച്ചു വിടും. 9 മണിയാകുമ്പോൾ ഓരോരുത്തരും വരും, എല്ലാവരും പഠിച്ചോണ്ട് കയറ്റി കെട്ടും. 10 മണിക്ക് എല്ലാവരും ഇവിടെ വരും. 10:30 അതിൽ കൂടുതൽ പോലെ. അപ്പൊ കാലത്തെ തീറ്റ അത് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഫുള്ള് ഒരു പൈനാപ്പിൾ ഒരു 3:30 ആകുമ്പോൾ 500 കൊടുക്കും. ഇപ്പൊ ഈ പശുവൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം 15. ആ പശു 30 ലിറ്റർ പാലുള്ള പശുവാണ് അത്. തെറ്റരുത്, തല മുട്ടരുത്. ഇല്ല. അപ്പൊ ഇതാണ് പശു തൊഴുത്തല്ലേ? ഓക്കെ. ഇവിടെ നല്ല അടിപൊളി HFന്റെ നല്ലൊരു പശു. 10 ലിറ്റർ പാല് കിട്ടും രണ്ടുപേരും കൂടി. സൂപ്പർ. തെറ്റരുത്, വീഴരുത്. ഇത് വാങ്ങിച്ചാണോ? അല്ലല്ല, ഇത് മേടിച്ചതാണ്. അതൊക്കെ ഇവിടെ ഉണ്ടായതാണ്. ഇതിൽ അത് മേടിച്ചാണ്. ഇതിൽ മേടിച്ച പശു 3-4 ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ ഇവിടുത്തെ പശുക്കളാണ്. ഇതിപ്പം നമ്മള് ഈ കാലാവസ്ഥയായിട്ട് ഇതിന് യോജിക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയണമെന്നാണ്. ഒരു കുഴപ്പവും ഞങ്ങളെ സംബന്ധിച്ച് ഈ പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന പശു. ഒരു കുഴപ്പമില്ല. എത്രയ്ക്ക് വാങ്ങിച്ചേ? ഇത് 97,000 രൂപ. 97,000 ഒന്നും അല്ല, ശരിക്കും ഇപ്പൊ 1.10 ഇപ്പൊ 1.20 വരും. 2 പശുവിനെ കൊണ്ടുവന്ന. ഒരു പശു ചെന്നോട് സാധാരണ കൊടുത്തതാണ്. 2 പശുവിന് 9, 18. അങ്ങനെ കൊണ്ടുവന്ന. എന്നാലും ഇവിടെ എന്താ പറയാ 10 ലിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാം. 10 അല്ല, ഇതിപ്പോ പെറ്റിട്ട് 1.5 വർഷമായി. കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 10 കിട്ടുന്നുണ്ട്. ഇപ്പൊ 10 കിട്ടുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 5-6 കിട്ടും. മിൽമേലും പാലളക്കണ ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതെയോ? അപ്പൊ എത്ര നമ്മൾ അളക്ക് ശരിക്കും? ഇപ്പൊ ഞങ്ങള് 25-30 ഒക്കെ അളക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ഒരു 1-2 മാസമായിട്ട് ഉണ്ടായില്ല, പാല് കുറവായിരുന്നു. ഇപ്പൊ വീണ്ടും അളന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പശുത്തൊഴുത്ത്. ഇതൊക്കെ ഞങ്ങൾ ചെലവ് ഇത് ഇപ്പൊ ഞങ്ങൾ ഉടനെ മാറ്റും അല്ലേ? കാരണം ഞങ്ങൾ താഴെ വീട് പണിയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് മാറ്റാനുള്ള പരിപാടി ഉണ്ട്. അവിടെ ഞങ്ങൾ ഇത്തിരി കാറ്റ് കൊണ്ട് കിടക്കാൻ വേണ്ടി ഒരു 10 പശുവിനെ ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റും. ബാക്കി കുറയ്ക്കാൻ ഒരു 10 കൊടുക്കും. ഇപ്പൊ ഉടനെ അല്ല, ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ 10 ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാം. 10 പശു വെക്കും. അപ്പൊ എന്താ കുറയ്ക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളിപ്പോ വീടൊക്കെ പോണതുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് 10-61 വയസ്സ് ഒക്കെ ആയി, ഇത്തിരി വയസ്സായി വരാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഇത്ര നാളും ജീവിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ചില പശുവിനൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു 10 നല്ല പശു മാത്രം മാറ്റിയെടുക്കാൻ നോക്കട്ടെ. ചേട്ടൻ പറഞ്ഞ ആരോഗ്യമുള്ള സമയത്ത് അത്യാവശ്യം അതാണ് ഉദ്ദേശിച്ചത്. അത് തന്നെ. അപ്പൊ ആരോഗ്യമുള്ള നമ്മൾ ശരിക്കും പണിയെടുത്തു. അപ്പൊ ഇനി നമുക്ക് ആരോഗ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത്തിരി കുറച്ച് ഇത് നന്നായിട്ട് കൊണ്ടു കിടന്ന സുഖമായിട്ട് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയത് പശു എന്നാണ്. ഞാനും എന്റെ പെൺപിള്ളി ഇതിനു വേണ്ടി മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്റെ മക്കളും ഉണ്ട് കേട്ടോ. ഇവര് ഞങ്ങൾ രണ്ടുപേരാണ് ഇതെല്ലാം പറഞ്ഞത്. ഞങ്ങൾ ശരിക്കും പണിയെടുത്തേണ്ടതാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ പശു വളർത്തൽ ലാഭമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് ലാഭം എന്ന് പറയാൻ കാരണം? അത് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഇതിൻ്റെ ജോലി എല്ലാം ചെയ്യണം, അധ്വാനിക്കണം എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ടാണ്, വേറെ ആളില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് 100 ലിറ്റർ പാലുണ്ടെങ്കിൽ 80 ലിറ്ററും പുറമെ വെക്കണം. ഇത് പുറമെ വിൽക്കാനൊരു മടി കൊണ്ട് ഞാനൊരു പാൽ വിൽപ്പനക്കാരനാണല്ലോ എന്നൊരു തോന്നലുണ്ടാവും ആളുകളുടെ മനസ്സിൽ. അങ്ങനെ തോന്നിയാൽ അത് മുന്നോട്ട് പോകില്ല. അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പണിയെടുത്തിട്ടല്ലേ. നമ്മൾ കടയിൽ പോകണം, ചായക്കടയിൽ പോയി ചായ അടിച്ച് ചായ കൊടുത്ത് കാശ് മേടിക്കണമെങ്കിൽ 1 ലിറ്റർ പാൽ കൊടുത്ത് കാശ് മേടിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളെ പാല് 80 ലിറ്ററും വീടുകളിലാണെങ്കിൽ വീടുകളിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ജീവിക്കുന്ന 100 കണക്കിന് കർഷകർ ഇന്ന് ഈ നമ്മുടെ ഇവിടെയും പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ നമ്മളിത് വീടുകളിൽ കൊണ്ട് കൊടുക്കണം. 80 ലിറ്റർ പാല് 20 സൊസൈറ്റി കൊടുത്തോ
ഒരിക്കലും നഷ്ടപ്പെടില്ല, അവൻ രക്ഷപ്പെടും, രാജാവും. അതെയോ, ചേട്ടൻ അങ്ങനെ പറയണ ഭയങ്കര സന്തോഷം. അതാണ്. അല്ല, നമ്മൾ 100 ലിറ്റർ വളർന്നിട്ട് ഞാൻ ഡയറിയിലേ കൊടുക്കുള്ളൂ എന്നും പറഞ്ഞ് കൊടുത്താൽ ഡയറിയിലെ കാര്യം എന്നാവും. ഓക്കെ, നമുക്കാരും പൈസ തരൂല, സർക്കാരിൽ നിന്നുള്ള അനുകൂലം കിട്ടൂല. ഒരനുകൂലം തരും. സർക്കാർ എന്താനുകൂലം എന്നത്? സർക്കാരിന്റെ സഹായങ്ങളൊന്നും കിട്ടാറില്ല. ഒന്നും കിട്ടാറില്ല. കാരണം ബ്ലോക്കിൽ കുറെ ആളുകൾ അന്യായ കാശ് ശമ്പളവും മേടിച്ചിരിപ്പുണ്ട്. ഈ ബ്ലോക്കിൽ ക്ഷീരവികസനം എന്നും പറഞ്ഞാൽ അവര് വികസിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 2 പശുവിനും 3 പശുവിനും 5 പശുവിനും ഞാൻ അപേക്ഷ കൊടുത്തു. ഒരു കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നിട്ട് ഒരു മേഡവും ഒരാളും കൂടി വന്നിട്ട് പറഞ്ഞു ചേട്ടന്റെ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയില്ല. ഈ തവണ എന്നെ വിളിച്ചു, എത്ര പശുവുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ പശു ഇല്ല, എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കണക്കാണോന്ന് ഞാൻ കുറെ ചീത്ത പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? അവര് റിപ്പോർട്ട് കൊടുക്കണത് ഇവിടെ ഫാമുണ്ട് 20 പശു, അവിടെ ഇരുന്ന് വിളിച്ചാൽ വയ്ക്കണം, ഇവിടെ വന്നില്ല. എനിക്ക് ഇത്രയും പശു വളർത്തണം, ഇവിടെ വരെ ഒരു ഓഫീസറും വന്നിട്ടില്ല, ഇത്രയും പശു വളർത്തണം, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, എന്താ സഹായം വേണ്ട, ഒരാളും ചോദിച്ചിട്ടില്ല. ചോദിക്കല്ല, അവര് തരയില്ല, സർക്കാർ ഒന്നും തരില്ല. പിന്നെ അങ്ങനെ മടുത്തു പോയപ്പോ പിന്നെ പോവാറില്ല. ഞാൻ പറഞ്ഞില്ല അങ്ങനെ. ഇപ്പൊ ഞങ്ങൾക്ക് എന്തിനാ ആ പോണ നേരം കൊണ്ട് ഇപ്പൊ ആഴക്കുളം ബ്ലോക്കിൽ പോണെങ്കിൽ 1.5 മണിക്കൂർ വേണം, ഓട്ടോ വിളിക്കണം. ആ നേരം കൊണ്ട് ഒരു കെട്ട് പുല്ലറുത്ത് കൊടുത്താൽ 1 ലിറ്റർ പാല് കൂടുതൽ കിട്ടും. അതല്ല ഏറ്റവും നല്ലത്. അത് സർക്കാരിനെ കുറ്റം പറഞ്ഞില്ല, അതിലിരിക്കണം ഓഫീസ്. അവർക്ക് നേരമില്ല എന്ന് വരെ അവർ കൊടുക്കും. കുറെ ആളുകളുണ്ട്, അവർക്ക് മാത്രം സ്ഥിരം കൊടുക്കണം. അവർക്ക് ഇവിടെ പശുവിന് 30,000 രൂപയുണ്ട് ഒരു പശുവിന് പഞ്ചായത്തിന്റെ. നമ്മളിവിടുത്തെ ലിസ്റ്റ് എടുത്തറിയാം. ഇവിടെ ഈ വാർഡിൽ മെമ്പർമാർ കൊടുത്തേക്കണം. ആ കൊടുത്തേക്കണവർക്ക് തന്നെയായി കൊടുത്തേക്കണം. ഞാൻ വെച്ചിട്ട് എനിക്ക് തന്നില്ല, ഇത്രയും പശുവിനെ വളർത്താൻ എനിക്ക് തന്നില്ല. എനിക്ക് തന്നിട്ടില്ല. എന്റെ പേര് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ 73 19 പേർക്ക് ഉണ്ടായുള്ളൂ, 17 പേർക്കായിട്ട് കഴിഞ്ഞാണോ ഉണ്ടായുള്ളൂ. എന്റെ പേര് 73. അപ്പൊ എനിക്ക് കിട്ടൂല. അപ്പൊ ഡോക്ടർ പറഞ്ഞു വച്ചോ, കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വെക്കണില്ല എന്ന് പറഞ്ഞു. ഞാൻ വെക്കാറുമില്ല. നമുക്കതിന് സമയമില്ല. അതല്ലേ, നമുക്ക് സമയമില്ല. ഇതുങ്ങളെ കൊണ്ടുനടക്കാലോ, ജീവിക്കാലോ. ഇത് സുഖ ജീവിതമാണ്. വളർത്താണെങ്കിൽ ഇത് വളർത്തണം. ഇത് നമ്മളിത് ഈ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടായി വരാണ്. പുതിയ ഒരാൾ ഈ മേഖലയ്ക്ക് വരുമ്പോ അവരോട് എന്താണ് പറയുന്നത്? അവരോട് പറയാനുള്ളതേ, ഒന്ന് നമ്മൾ വലിയ ആയിട്ടൊക്കെ തൊഴുത്ത് ഒരു 100 പശുവിനെ വളർത്താൻ മാതിരി ഉണ്ടാക്കാൻ ആദ്യം നിൽക്കരുത്. അതിന് തന്നെ ഏതാണ്ട് 10-20 ലക്ഷത്തിൽ കൂടുതൽ പോകും. നമ്മുടെ മുതൽ അതിൽ പോകണം. നമ്മൾ സാധാരണ രീതിയിൽ പശുക്കളൊക്കെ പണ്ട് കിടക്കണ അതേമാതിരി അതുങ്ങൾക്ക് ദോഷം വരും. നമ്മൾ വൈകുന്നേരം കട്ടിലേക്ക് കിടന്ന് സുഖമായിട്ട് ഉറങ്ങൂല. അതുപോലെ അതുങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാനുള്ള വേണ്ട ഒരു തൊഴുത്തുണ്ടാക്കാം. മീഡിയം ഒരു തൊഴുത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ 10-5 പശുവിനെ ആദ്യം മേടിക്കുക, 5 പശുവിനെ മേടിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തു നോക്കാം. മേടിച്ചിട്ട് നമ്മളൊരാളെ നിർത്തുകയാണെങ്കിൽ ആള് 5 പശുവിനും മുതലാവൂല. ഒരു 10-15 പശുവെങ്കിലും ഒരാൾ വേണം. അങ്ങനെ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ അത്രയും പശുവിനെ മേടിച്ചാൽ ആക്കി 25,000 രൂപയാണ് ഒരു ബായി നിർത്തി നേപ്പാളിക്ക്. അതിന് താമസ സൗകര്യം എല്ലാം കൊടുക്കണം. ഇത് കൊടുത്താൽ ഇതിന് ആകെ കിട്ടുള്ളൂ. അപ്പൊ ഈ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് മുടക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നമ്മളും കൂടി ആദ്യം പണിതിട്ട് നമ്മളിത് വിജയിക്കുമെന്ന് നോക്കാം. വിജയിക്കും. നമ്മളും കൂടി പണിയണം. എന്നിട്ട് പാല് ഡയറി കൊടുക്കാണ്ട് പല സ്ഥലത്തും പാല് ഇഷ്ടം പോലെ മേടിക്കാൻ ആളുണ്ട്. ഇപ്പൊ ഇവിടെ 200-500 ലിറ്ററിന് 500 ആളുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം തൈരിന് പാറ്റി ചോദിച്ചു. നമ്മുടെ കൊടുക്കാനില്ല, ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ പാലുണ്ടെങ്കിൽ ആള് മേടിക്കാനുണ്ടാവും. ആരും ഇന്ന് പാക്കറ്റ് പാലിനൊന്നും പോണില്ല. അപ്പൊ ഇത് മേടിച്ച് നമ്മൾ കൊടുക്കാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കഴിച്ച് നമ്മൾ അതിന്റെ കൂടെ നടന്നാൽ ഇത് ലാഭമായിരിക്കും. അല്ലാണ്ട് നമ്മൾ ആ വലിയൊരായിട്ടൊക്കെ തൊഴുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കി ഒരു 100 പശുവിനെയും തമിഴ്നാട്ടിൽ പോയി മേടിച്ച് അത് നമ്മളെ പറ്റിപ്പാണ്. ഈ നാട്ടിൽ നിന്ന് മേടിക്കേ. ഇവിടെ നല്ല പശുക്കളുണ്ട്. ഞാനിത് എനിക്ക് അങ്ങനെ ഒരു വന്നപ്പം മേടിച്ചാണ്. ബാക്കി എല്ലാം എൻ്റെ നാടൻ പശുക്കൾ എല്ലാം 10 മുകളിലുള്ള. അതൊക്കെ 15 ഇത് 15 അത് 15 ലിറ്ററാണ് എല്ലാ പശു. ഒറ്റ പശു മാത്രം അറ്റത്ത് നിൽക്കുന്ന പശു മാത്രമേ 10 ലിറ്ററിൻ്റെ ഉള്ളൂ, ചെറുത്. ബാക്കി എല്ലാം ഗീറിൻ്റെതേ അതിന് 15 ലിറ്റർ പാലുണ്ട്. ഇപ്പൊ എല്ലാവരും പാക്കറ്റ് പാലാണ് യൂസ് ചെയ്തത്. ക്ഷീരകർഷകർ ശരിക്കും സപ്പോർട്ട് ചെയ്യണ്ടല്ലേ? അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ വരെയും പറയും പാക്കറ്റ് പാല് കൊടുക്കണ്ട, നാടൻ പാലും മേടിച്ചു കൊടുക്കാൻ. ഇപ്പൊ ഡോക്ടർ വരെയും പറയാണ്. ഇപ്പൊ ഇവിടെ തന്നെ പലരും വന്ന് പറഞ്ഞാൽ ഡോക്ടർ കൊച്ചിന് കൊടുക്കാനാണ്. ഡോക്ടർ 1/2 ലിറ്റർ പാല് ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടി എന്നോട് ചോദിച്ചതാണ്. 1/2 ലിറ്റർ പാല് വേണം, പാക്കറ്റ് പാല് കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പാല് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മുടെ ക്ഷീരസംഘത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഫാമോ ചെറിയ 2 പശുവിനെ വളർത്തുന്ന വീടുകൾ നമ്മുടെ അടുത്തുണ്ടാവും. അവിടെ നിന്ന് മേടിച്ച് നമ്മൾ ഉപയോഗിക്കുക. ഈ പാക്കറ്റ് പാലും ഈ വിഷം മേടിച്ച് എന്തിനാണ് കഴിക്കണം നമ്മൾ? അപ്പോൾ പരമാവധി നമ്മളത് ഒഴിവാക്കുക. ഇതുപോലെ നല്ല പാല് നമ്മുടെ ആളുകൾ ഇപ്പം ഞാൻ എൻ്റെ ഈ പാല് 25 ലിറ്റർ കൂടെ ഷാജി എന്ന് പറഞ്ഞ പലചരക്കടക്കാരനുണ്ട്. രാവിലെ 10 ഉച്ചയ്ക്ക് 10 15 25 ലിറ്ററാണ് കൊണ്ട് കൊടുത്താൽ അവിടെ അളന്ന് പാക്കറ്റാക്കിയാൽ വിൽക്കണം. ഇങ്ങനെ കെട്ടിയേ വിൽക്കാണ്. പാത്രം കൊണ്ടുവന്ന ആളുകൾ മേടിക്കേണ്ട ഇവിടെ. അങ്ങനെ നമ്മൾ കൊടുക്കണം. അതുപോലെ ഇവിടെ ഓരോ ഏത് ചെറിയ ഫാമിലായാലും പോയി നമ്മൾ മേടിക്കാം. അപ്പൊ കടകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ പാല് കണ്ട ആൾക്കാർ മേടിക്കും. പാക്കറ്റ് പാല് വാങ്ങാൻ നമ്മുടെ പാല് വാങ്ങും. പാക്കറ്റ് പാല് മേടിക്കലോ പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ കൂടുതലും അങ്ങനെയാണ്. ഇപ്പൊ വന്നോണ്ട് കടയിൽ ഒന്ന് നാടൻ പാലുണ്ടോന്ന് ചോദിക്കാം. ഈ കടയിൽ ചോദിക്കും. ഇപ്പൊ നമ്മൾ പോകുമ്പോൾ 2 കടയിൽ നിങ്ങൾ വെറുതെ നാടൻ പാലുണ്ടോന്ന് ചോദിക്കും. അപ്പൊ പറയും. ചേച്ചി പേര് പറയാവോ? എന്റെ പേര് അജിത. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് പശു വളർത്തലിലേക്ക് ഇറങ്ങിയിട്ട് ചേച്ചിക്ക് എന്ത് ഗുണമാണ് ശരിക്കും ഉള്ളത്? പശു വളർത്തല് നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ അത് ലാഭം തന്നെയാണ്. നമ്മള്
അതിനുവേണ്ടി പ്രയത്നിക്കണം. അതെ അല്ലെ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഒരു പശുവിൽ നിന്ന് അല്ല ഒരു കിടാവിൽ നിന്നാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. ചേച്ചിക്കാണെങ്കിൽ ഒന്നും അറിയണ്ട, അതിനെങ്ങനെയാണ് മാനേജ്? അത് ഒരു കിടാവിന് 3000 രൂപയ്ക്ക് ഒരു കിടാവിനെ മേടിച്ച് വളർത്തി, പിന്നെ അതിനെ ചവിട്ടിച്ച് അത് പ്രസവിച്ച് പിന്നെ പാലെടുക്കലി, പിന്നെ ആൾക്കാർ പാലിന് വരല് തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവർക്ക് കൊടുക്കാൻ തികയാതെ വന്ന് പിന്നെ ഒരെണ്ണത്തിനെയും കൂടി മേടിച്ചു. അതിന് കറന്നു കഴിഞ്ഞാ ഇതിന്റെ കറവ നിൽക്കുമ്പോ അത് മാത്രമല്ലേ ഉള്ളൂ, അപ്പോഴും പാല് തികയാതെ വന്നു. വീണ്ടും ഒരെണ്ണത്തിനെയും കൂടി മേടിച്ചു. അത് കഴിയുമ്പോൾ നമ്മുടെ ക്രാക്കള് പശുക്കിടാവാണെങ്കിൽ ഞങ്ങൾ കൊടുക്കൂല, കൂറ്റനെ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ പശുവിനെ അതുങ്ങള് വലുതാക്കി അതുങ്ങളെ കുത്തിവെച്ച് അങ്ങനെ ഇതാക്കി. ഇതില് മിക്കതും എന്ന് പറഞ്ഞാൽ ചിലത് മാത്രം ഒരെണ്ണമൊക്കെ ഉള്ളൂ ഞങ്ങൾ മേടിച്ചേക്കണത്. ബാക്കിയെല്ലാം ഞങ്ങളുടെ വീട്ടിലുണ്ടായി, ചെറുപ്പം മുതലുണ്ടായ ആൾക്കാരാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അതായത് അതുങ്ങൾ വളർന്ന് അതിൽ നിന്ന് പാലൊക്കെ ഇട്ടിക്ക് വരുമാനം കിട്ടുമ്പോൾ സന്തോഷം. അത് ലാഭമാണ്, കാരണം നഷ്ടമൊന്നുമില്ല. കാരണം നമ്മള് അതിനു വേണ്ടി പ്രവർത്തിച്ച് രംഗത്തേക്ക് വരണം. അല്ലാണ്ട് നമ്മൾ അയ്യോ അത് നാണക്കേടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പണിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ട് അത് നഷ്ടമാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഫലമില്ല. നമ്മള് ശരിക്കും പണിയെടുക്കണം, നന്നായിട്ട് പണിയെടുക്കണം. ചേട്ടന് നല്ല രീതിയിൽ സപ്പോർട്ട് ഞങ്ങള് എന്റെ മക്കൾക്കും ഇഷ്ടമാണ്. എന്റെ ആമക്കളെ രണ്ടുപേരും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പൊ മക്കള് കുഞ്ഞായിരുന്നപ്പോഴും ചേച്ചി ഒരു 10 പശുക്കളെ വളർത്തിയിരുന്നല്ലേ? ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ടായി. ഇതിന്റെ സമയത്ത് എങ്ങനെയാണ്? അപ്പൊ ഞാന് നോക്കും, 10 പശുവിനെ ഞാൻ നോക്കും, 10 പശുവിനെയും കൈ കൊണ്ട് തന്നെ കറക്കും. അതെല്ലേ? അത് സമയമുണ്ടല്ലോ, 11 മണി 12 മണിക്ക് കറക്കാൻ കയറും ഒറ്റയ്ക്കുള്ളപ്പോ. അതിനെ കുളിപ്പിച്ച് കറന്ന് പിന്നെ ഡയറിയിൽ അന്ന് ആരും പാലും ഉണ്ടായില്ല, പിള്ളേര് സ്കൂളിലല്ലേ. പിന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പോ വണ്ടി മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഉച്ചയ്ക്കുള്ള നേരത്തെ 2:30 പാല് കൊണ്ടുപോയി കൊടുക്കും, കടയിലാണെങ്കിലും കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോൻ മക്കളൊക്കെ പഠിച്ച് അവൻ ജോലിയൊക്കെ ആയി. പിന്നെ മൂത്ത മോൻ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവൾക്ക് വണ്ടി ഓടിക്കാനറിയാം. അവള് ആരും ഇല്ലെങ്കിൽ അവൾ അങ്ങോട്ട് കൊണ്ട് കൊടുത്തോളൂ. ഈ പശു വളർത്തി തുടങ്ങിയപ്പോ എന്തും ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഉണ്ട്. ധൈര്യമുണ്ട്, ഒരു കുഴപ്പമില്ല. നമുക്ക് ആരുടെ അടിമയല്ലല്ലോ നമ്മള്. നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കണു. ഒരാളും നിങ്ങൾ നാളെ പണിയില്ല എന്ന് പറയില്ല. നമ്മക്കടെ വീട്ടിൽ അങ്ങനെ ഇല്ലല്ലോ, നമ്മള് പണിയെടുക്കണു. നമുക്ക് ഒരാള് നമ്മളെ അയ്യെന്ന് പറഞ്ഞ് വിടേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മുടെ ഇപ്പൊ ഒരാള് പാല് വേണ്ടാന്ന് പറഞ്ഞാൽ തന്നെ അടുത്ത ആള് ഉണ്ട്. പിന്നെ ക്യൂ ആണ്. പിന്നെ നമുക്ക് ഡയറിയിൽ എന്തോരം ഉണ്ടെങ്കിലും എടുത്തോളൂ. ഡയറിയാണ് നമുക്ക് ആശ്രയം. അവരെന്തോരം. പിന്നെ ഒരു 15-20 വർഷമായിട്ട് ഞാൻ അവിടുത്തെ മെമ്പറാണ്. പിന്നെ ഇപ്പോഴും ഫസ്റ്റ് എനിക്ക് തന്നെയാണ്. ഫസ്റ്റ് അടിക്കുമ്പോ നമുക്ക് ഫസ്റ്റിന് ഏറ്റവും വലിയ പാത്രങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെ പിന്നീട് നമുക്ക് പശു വളർത്താൻ ഒരു പ്രചോദനം. ഇപ്പൊ നമുക്ക് പറ്റില്ലാത്ത കാലം വരെ ഞങ്ങൾ വളർത്തും. അതുവരെ നമുക്ക് വളർത്തുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതുങ്ങൾ ഇവിടെ ഉള്ളത് ശരിക്കും സന്തോഷമല്ലേ? സന്തോഷം. അതുങ്ങള് നമുക്ക് നല്ലതല്ലേ, ഒരു കുഴപ്പമില്ല. നമ്മുടെ മക്കളും അല്ലേ, നമുക്ക് നല്ലതാണ്. നമുക്ക് ഒരു നേരം അതുങ്ങൾക്ക് 7 മണി വരെ ഞങ്ങൾ ഇതിന്റെ 7:30 വരെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ എത്ര മണിക്കാ ഫാമിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞങ്ങളൊരു 3:30 ആവുമ്പോ എണീക്കും. എണീറ്റ് തൊഴുത്തിലൊക്കെ വന്ന് ചാണകനൊക്കെ കോരി, ചേട്ടനാണ് ആദ്യം വന്നത്. എല്ലാം കോരി എല്ലാം കഴിഞ്ഞ് കുളിപ്പിക്കൽ തുടങ്ങി കഴിയുമ്പോഴത്തേനും ഞാൻ എണീറ്റ് ഞാൻ പാത്രമൊക്കെ ആക്കിയിട്ട് ഇവിടെ പാത്രമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും. പാലെടുത്ത് ഒഴിച്ചിട്ട് അത് കഴിഞ്ഞ് കറക്കട അനുസരിച്ച് പാല് കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് ഒഴിക്കും, ബക്കറ്റിൽ ഒഴിക്കും. അപ്പോഴേക്കും എൻ്റെ മൂത്ത മോനെ വിളിക്കുക, അവൻ എണീക്കും. പാല് കുപ്പി കഴുകിയിട്ടില്ലെങ്കിൽ അവൻ കഴുകി തരും, അല്ലെങ്കിൽ ഞാൻ കഴുകും. അപ്പൊ അങ്ങനെ കഴുകി അതിൽ പാത്രത്തിലൊക്കെ ആക്കി ഫസ്റ്റില് 4 മണിയാകുമ്പോഴേക്കും അവൻ പാലും കൊണ്ടുപോകും. എത്ര സമയം എടുക്കും നമ്മള് കുളിപ്പിക്കാനും കറക്കാനും ഒക്കെ? അതിപ്പോ 2 മണിക്കൂർ എങ്ങനെയായാലും എല്ലാത്തിനെയും കൂടി മൊത്തം വേണ്ടി വരും. ഒരു 3:30, 5:30, 6 മണിയാകുമ്പോഴത്തേനും ആ പാലിന്റെ ഇടപാടെല്ലാം കൊടുത്തു തീരും. അപ്പൊ ഇതാണ് ചേട്ടന്റെ കിടാക്കളും കാര്യങ്ങളും. ഇവിടെ സെപ്പറേറ്റ് തൊഴുത്ത് പണിതിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ ഇതിന് വേണ്ടി തന്നെ പണിതാണ്. അതിനുവേണ്ടി മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ നിങ്ങൾ കെട്ടാൻ പറ്റൂല. അപ്പൊ ഇതിനു വേണ്ടി മാത്രം നമ്മളൊരു 10 കിടാവുണ്ടായിരുന്നു. 2 എണ്ണം ഇതിനകത്ത് പ്രസവകാരായപ്പോ അങ്ങോട്ട് കൊട്ടയതാണ്. ശരിക്കും ഈ ഫാം നടത്തുമ്പോഴേ കിടാക്കളെ നിർത്താൻ നഷ്ടമാണോ? നഷ്ടമാണെന്ന് തീറ്റ ചെലവ് അനുസരിച്ചാണ്. അല്ല, നഷ്ടമാണെന്ന് വെച്ചപ്പോ ഇങ്ങനെ ഇത്രയും കിടാവിനെ വളർത്തുമ്പോൾ നഷ്ടമാണ്. കാരണം ഒരു 2 കിടാവിനെ നമ്മൾ ഇതിന്റെ കൂടെ വളർത്തിയാൽ അതിങ്ങനെ 2 എണ്ണം ഏതാണ്ട് 1 വയസ്സാകുമ്പോഴത്തേക്കും വേറെ 2 എണ്ണം വളർത്തണം. അപ്പൊ നമുക്ക് പശു ആയിക്കൊണ്ടിരിക്കും, വേറെ മേടിക്കണ്ട. നമ്മൾ ഒരു പശുവിനെ മേടിക്കണമെങ്കിൽ ഏതാണ്ട് 65,000 രൂപ വരും ഏറ്റവും കുറഞ്ഞത്. പിന്നെ കുറഞ്ഞു വരുമ്പോൾ പാല് കുറയും. നല്ല ഒരുമാതിരി നല്ല പശുവിനെ മേടിക്കണേ. അപ്പൊ ഈ പശു ആ വലിയ പശുവിന്റെ കിടാവാ
അതെ അവിടെ അത് എച്ചപ്പാണ്. ഇപ്പൊ ചൊനയാണ്, ഇപ്പൊ 6 മാസം ചൊനയാണ്. ഇപ്പൊ 3 മാസം 2 കഴിഞ്ഞാൽ ഇവിടുന്ന് പശു പ്രസവിക്കും, 10-15 ലിറ്റർ പാലിന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ലാഭമായി. ഇത് ചൊനയാണ്. ഇതിന്റെ തള്ളക്കൊക്കെ 10 കിട്ടിയതാ, പക്ഷേ ഇത് ചെറുതാണ്. എന്താണ് നല്ല ജേഴ്സിയാ, ഒറിജിനൽ ജേഴ്സിയാ. ഒറിജിനൽ ജേഴ്സിയോ? ഹൈറ്റ് കുറവാ, ചെറുതാ, കുഴപ്പമില്ല, പാലിട്ടും. അത് ചെറിയ പശു തള്ളക്ക് 10-ന് മുകളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇത്ര ഉണ്ടായുള്ളൂ. അപ്പൊ ഈ തള്ള ചെറുത പാല് ചെറിയ പശു തീറ്റ കുറച്ച് മതി. ഇതൊക്കെ ലാഭമാണ്. ഇതിനൊക്കെ ഒരു 3 കിലോ കൊടുത്താൽ മതി. സാധാരണ ഇതുങ്ങൾക്ക് എന്തൊക്കെ തീറ്റ കൊടുക്കണം? ഇതിങ്ങൾക്ക് ഇപ്പൊ ആ തിരിയും തവിടും മാത്രം. പിന്നെ ഫുൾ വയറുറച്ച് പൈനാപ്പിളും കൊടുക്കും. വയറുറച്ച് പടത്തേക്ക് ഇപ്പൊ അഴിച്ച് കെട്ടിയുള്ളൂ. ശരിക്കും തിന്നു അഴിച്ചു വിടാണ്. തിന്ന് വന്ന് കെട്ടി 10 മണി 11 മണി വന്നതാ, വന്ന് കെട്ടും. മനസ്സിലായി. ഒരു ഗിറിന്റെ കുഞ്ഞുണ്ട്. ചേട്ടാ, ഉണക്കച്ചാണകം എത്രയ്ക്ക് വിൽക്കുന്നത്? ഒരു ചാക്ക് ചാണകം 300 രൂപ. കഴിഞ്ഞ തവണ ഞങ്ങൾ കൊടുത്തത് 250 രൂപയ്ക്കാണ്. കഴിഞ്ഞ കൊല്ലം 150 ചാക്ക് വിറ്റു. നമ്മളൊരു കാണുന്ന സ്ഥലം കംപ്ലീറ്റ് പൈനാപ്പിൾ തൊട്ടുണ്ട്. മൂവാറ്റുപുഴക്കാരാണ്. ആ ഇക്ക ഇവിടെ വന്ന് ചാണകം വന്ന് മേടിച്ചു. ഇവിടെ വന്ന് അത് വേണമെന്ന് പറഞ്ഞു, ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് ആ ചാണകം കംപ്ലീറ്റ് കൊടുത്തു. ഇവിടുന്ന് 50 ചാക്കാകുമ്പോൾ ഇവിടെ വണ്ടി വരും, കയറ്റും. 50 ചാക്കാകുമ്പോൾ വരും, കയറ്റും. അങ്ങനെ കഴിഞ്ഞ 150 ചാക്ക് കൊണ്ട് കറക്റ്റ് കാശ് ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് പോകും. ബാക്കിയൊക്കെ ഇവിടെ നിറച്ചില്ല. അതിൻ്റെ അടിയിൽ ഇപ്പോൾ 2 ചാക്ക് ഇരിപ്പുണ്ട്, 2 ചാക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം എല്ലാം 250 രൂപ വിറ്റ. ഈ തവണ ഒരു 300 50 രൂപ കൂട്ടി. കാരണം പണിയുണ്ട്. ആ ചാണകം ആളെ നിർത്തി ഇവിടെ ചുവന്നോളം നിർത്തണം. അതിനുശേഷം അത് ഇളക്കി മറത്ത് ഇത് ഉണങ്ങണമെങ്കിൽ ഒരുപാട് ദിവസം പിടിക്കും. നമ്മളിത് ഇളക്കി ഉണക്കി ചാക്കിലാക്കി ഭയങ്കര പണി. ഇതുങ്ങളൊക്കെ ചാക്കിൽ വാരണാണ്ട് നല്ല പണി. അവിടുത്തെ ചേട്ടൻ പറയും, എന്തിനാ കഷ്ടപ്പെടണേന്ന്. കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഈ ചാണകത്തിന് 300 രൂപ കിട്ടല്ലേ. പച്ചച്ചാണകം നമ്മൾ ഇല്ലാത്ത കുഴപ്പമുള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട്. ആളുകൾ വെറുതെ പറഞ്ഞത് എല്ലാവരും ഉണക്കിയാണ് ആളുകൾ കൊണ്ടുപോകണമെന്ന് വെറുതെ പറയണത്. ഇഷ്ടം പോലെ ലോകമുണ്ട്. ഇവിടൊക്കെ ലോകമുണ്ട്. 300 രൂപയ്ക്കും വാങ്ങാൻ ആളുണ്ട്. 250 രൂപയ്ക്കാണ് കഴിഞ്ഞ കംപ്ലീറ്റ് വിറ്റ്. ഈ തവണ 300 എന്തായാലും പാല് വിൽക്കണ പോലെയല്ല ഉണക്കച്ചാണകം വിൽക്കുന്നത്. അതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ കണ്ടെത്തി? ഞാൻ ഇതൊന്നും കണ്ടുപിടിച്ചില്ല. എന്നോട് ഒരാൾ ഒരു ദിവസം ഓരോരുത്തർ ചോദിച്ചു, ഉണക്കച്ചാണം ഉണ്ടോന്ന് ചോദിച്ചു. അത് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉണങ്ങാടിന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി വിളിച്ചോണ്ട് ഇത് വാരിയിട്ട് ഉണക്കായത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 3-4 കൊല്ലം മുമ്പ് ഉണക്കി. ആ ഉണക്കി ഉണങ്ങാൻ തീരാണ്. അന്നൊക്കെ 20-30 ആദ്യം ഇവിടുത്തെ ഇക്ക 20 എണ്ണം വന്ന് പറഞ്ഞു ജാതിക്കിടെ. ഇത് അതായത് രാസവളത്തിനേക്കാളും നല്ലതാണ് ആളുകൾ ഉപയോഗിക്കൽ കുറവാണ്. ചാണകം കിലോത്തിനാ തൂക്കി മേടിക്കണ കടകളിൽ പാക്കറ്റില് ഉണക്കാം. നമ്മൾ ഒരു ചാക്കിന് അന്ന് 175 രൂപയല്ലേ കൊടുത്തേ, 200 താഴെ കൊടുത്തേ 3-5 കൊല്ലം മുമ്പ്. അത് പെട്ടെന്ന് 200 ആക്കി, ചെലവ് കൂടിയപ്പോ. പിന്നെ 225 ആക്കി, 250 ആക്കി. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് 250 ഉണക്കാം. ഈ തവണ കൂട്ടാണ് 50. 300. അതായത് നമ്മുടെ ചാക്കിന് വില, പിന്നെ അതുപോലെ പണിക്കാശ് എല്ലാം കൂടി കൂടാം. പിന്നെ ഇപ്പൊ ഞങ്ങൾ നിർത്തി പയ്യതേ കൃഷിയിലേക്ക് 2 കൊല്ലം. ഇതൊക്കെ ഭയങ്കര വില. ഒരു പഴം ഇതിപ്പോ ഈ ഡെങ്കി വന്നിട്ടല്ല, ഈ കാടൊക്കെ ഇതേ അതൊക്കെ റംബൂട്ടാൻ അത് സാധനം കൂത്തിയുണ്ട്. എന്താണെന്നറിയില്ല. ചക്ക ഉണ്ടല്ലോ. ആ ചക്ക ഉണ്ടായി. 3 വർഷം കൂടുമ്പോ അതെ, കഴിഞ്ഞ വർഷം മുതൽ ഉണ്ടായി. എപ്പോഴും ചക്ക, എപ്പോഴും ചക്ക കാണും. ഇതാണ് കൃഷി. ഇതൊക്കെ പുല്ലായിട്ട് അതെ ഓറഞ്ച് ആവശ്യം പോലെ വേണമെങ്കിൽ ഒരെണ്ണം പറിച്ചാൽ തിന്നാം. ഓറഞ്ച് ഇതിന്റെ കൂടെ ഈ വർഷം ഇങ്ങനെ തുടങ്ങി കൃഷി. ഇതിപ്പോ തുടങ്ങിയിട്ട് 2 വർഷം കാക്കാൻ പോണുള്ളൂ. 2 വീട്, വാടക 5000 രൂപ. ഇതൊക്കെ നമ്മൾ ഇതിൽ ഉണ്ടാക്കിയതാ. അതെല്ലേ? ഈ പശു സൂപ്പർ. ഈ പശു ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് തേങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. പ്ലാവ് ഇതൊക്കെ നട്ടേണ്ടത്, മാവും പ്ലാവൊക്കെ ഇപ്പൊ അടുത്ത കൊല്ലം കാക്കി. അത് ഇവിടെയാണ് താമസിച്ചോണ്ടിരുന്നത്? അല്ലല്ല, ഇത് ഞങ്ങൾ ഈ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി. ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ 30 എത്ര വർഷമായിട്ട് 40 വർഷമായി വീട്. സാധാരണ പറയണത് പശു വളർത്തി കഴിഞ്ഞാൽ ഇത്രയും ലാഭം കിട്ടും, പശു വളർത്തി ഞങ്ങൾ ഉദാഹരണമാണ്. എനിക്ക് ജോലി ഉണ്ടായില്ല. ജോലി ഞങ്ങൾക്ക് വേറെ അനാമത്ത് ചെലവൊന്നുമില്ല. വീട് ഒരിക്കലും വെള്ളം കുടിക്കൂല. 10 പൈസ 40,000 രൂപ 40 വീട്ടിൽ വരും. അതാണ് പ്രത്യേകത. ഞാനൊക്കെ റിട്ടയർഡാൻ 40-47,000 രൂപ ഉണ്ടായി. ഡ്രൈവറായിരുന്നു. കേസ് അടുത്തുണ്ടായി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു സങ്കടം ഉണ്ടായിരുന്നു. 1 മാസം ജോലി ഉണ്ടെങ്കിൽ ആ കാശും കൂടി വന്ന കോടീശ്വരൻ. പക്ഷെ അല്ല, നമ്മൾ ഒരു 5 പൈസ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്നതാണ്. കളയാണ്ട് നമ്മൾ ചെയ്താൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ സ്ഥലത്ത് ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതാ. ഇത്ര സ്ഥലം അത്യാവശ്യം വാഴയൊക്കെ വാഴയൊക്കെ കലന്ന് അന്തർന്ന എല്ലാം ഉണ്ട്. അടയ്ക്കാമരം കംപ്ലീറ്റ് വെച്ചു. ആ ഞങ്ങൾ തന്നെ വെക്കണം, വേറെ ആരും. ഞാനും വിളിക്കരുത്. ഇത് മൂട്ടിപ്പഴം ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പോണുള്ളൂ. ഇത് വേറൊരു എനിക്കറിയാം, ഇവർക്കറിയാം. 5 വില തൈ ഉണ്ടാ. ഈ സാധനം ആ മതിലുള്ള പഴം എന്നാ അത് കഴിഞ്ഞോണ്ട് ഇതോ ഇഷ്ടംപോലെ പോകും. ഇപ്പൊ നിങ്ങളുടെ സമയം ശരിയല്ല, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഇപ്പൊ 1 മാസം വേണ്ട ചൊക്കച്ചൊക്കാന്നും ഉണ്ടായി കിടക്കും. പിന്നെ ഇത് ചന്ദനാണ്. അതെ,
25 നട്ടായത് ഞങ്ങൾ വെട്ടണില്ല. അതെ ഇത് ഭാവിയിൽ മക്കൾക്ക് ഒരു സേവിങ്സ്. 25 ഒക്കെ പോയി. ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു സന്തോഷം അല്ലേ. ഞങ്ങള് ഈ ഇതിന്റെ ഇടയ്ക്ക് 1 മണിക്കൂർ ഇവിടെ വന്നത് ഇതാണ്ടത് ഇതൊക്കെ ഞങ്ങൾ ചെത്തിക്കൂട്ടി വളം ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഡെങ്കി പിടിച്ചത്. അവിടെ വരെ ചെത്തി അപ്പൊ നിർത്തി. ഇനി ഞങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ഇറങ്ങും 1 മണിക്കൂർ വേണ്ട സമയമുണ്ട്. ആള് പറയണത് തെറ്റാണ്. 9:30 ഞങ്ങളുടെ പണി തീരും. അതായത് അധ്വാനിക്കാൻ തയ്യാറാണ്. ഇത്രയും പശുവിന് വളർത്തണല്ലേ. ഞങ്ങൾ 9:10 മണിക്ക് എല്ലാ പണിയും കഴിയും. കഴിഞ്ഞിട്ട് ഞാൻ 10 മിനിറ്റ് പോയി കിടന്ന് ഉറങ്ങും. 12 മണിക്കും. എന്നിട്ട് അന്നേരം എന്തെങ്കിലും ചാപ്പാട് വെച്ചിട്ട് ഞാൻ മുഴുവൻ കിടക്കും. അത് കഴിഞ്ഞില്ല ഇപ്പൊ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് 1 മണിക്കൂർ ചില ദിവസം ഉറങ്ങൂല പണിയെടുക്കുമ്പോൾ. അപ്പൊ ഞങ്ങൾ 2 പേരും തൂമ്പയെ കളിച്ച് പുള്ളിക്കാരത്തി കാടൊക്കെ വിട്ടു ഞാൻ കളിച്ചു. അങ്ങനെ 1 മണിക്കൂർ. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞ 25ഓളം വർഷങ്ങളായി പശു വളർത്തുന്ന സുരേന്ദ്രൻ ചേട്ടന്റെ കുടുംബത്തിന്റെ പശു വളർത്തലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.